ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ പേഴ്സണൽ ലോണിനെ പറ്റിയാണ്. ഞാനിപ്പോൾ എവിടെ പുറത്തു പോയാലും ഒരു കല്യാണ വീട്ടിലോ നാട്ടിലേക്കൊന്ന് പുറത്തിറങ്ങിയാലും എല്ലാവരും വന്ന് ചോദിക്കുന്ന ഫസ്റ്റ് ചോദ്യമാണ് ഒരു പേഴ്സണൽ ലോൺ അറേഞ്ച് ചെയ്ത് തരുമെന്ന്. സോ അതിൻ്റെ കുറച്ച് കാര്യങ്ങളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. ഇത് ഞാൻ എന്തിനാ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ യൂട്യൂബേഴ്സും ഇത് പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാനും പറയും. എന്താണ് ഈ പേഴ്സണൽ ലോണിൻ്റെ പ്രത്യേകത? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇതിന് കൊളാട്രൽ വേണ്ട എന്നുള്ളതാണ് എല്ലാ ആൾക്കാരെയും ഇതിലേക്ക് കൂടുതൽ ആകർഷിക്കാൻ കാരണം. പേഴ്സണൽ ലോണിന് സെക്യൂരിറ്റി ആവശ്യമില്ല. അവരുടെ സാലറീനെ ബേസ് ചെയ്തിട്ടാണ് പേഴ്സണൽ ലോൺ കിട്ടുക. അതായത് കൃത്യമായ നല്ലൊരു സ്ഥാപനത്തിൽ നിന്ന് എല്ലാ മാസവും കൃത്യമായ ശമ്പളം ബാങ്ക് അക്കൗണ്ടിൽ മേടിക്കുന്ന സാലറീഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് വേണ്ടിയുള്ള ഒരു പ്രൊഡക്റ്റാണ് പേഴ്സണൽ ലോൺ. ഇവർക്ക് മാത്രമേ പേഴ്സണൽ ലോൺ കിട്ടൂ. വേറെ ഓട്ടോ മേടിക്കാനോ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്ഡ് ഉള്ള ആൾക്കാരൊന്നും പേഴ്സണൽ ലോൺ ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്കുകൾ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ പേഴ്സണൽ ലോൺ ഒരു പ്രൈവറ്റോ അല്ലെങ്കിൽ ഒരു പബ്ലിക്കോ ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഡിഫൻസ്, നമ്മുടെ മിലിറ്ററിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, കേരള സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നവർക്ക്, ടീച്ചേഴ്സ്, ഇങ്ങനെ പറയുന്ന കൃത്യമായിട്ടൊരു മാസം ഒരു നിശ്ചിത ഡേറ്റിൽ കൃത്യമായ ശമ്പളം ബാങ്ക് അക്കൗണ്ടിൽ മേടിക്കുന്ന ആൾക്കാർക്കാണ് ബാങ്കുകൾ പേഴ്സണൽ ലോൺ കൊടുക്കുക. 80% ചെറിയ ചെറിയ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവരുടെയൊക്കെ ശമ്പളം കിട്ടുന്നത് കയ്യിൽ ക്യാഷായിട്ട് കിട്ടാം. സോ അങ്ങനെയുള്ളവർക്ക് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ബാങ്കുകൾ പ്രധാനമായിട്ടും നോക്കുക, ഏതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ടിൽ ഇപ്പം 30-ാം തീയതിയാണ് ശമ്പളം വരുന്ന തീയതിയെങ്കിൽ എല്ലാ മാസവും 30-ാം തീയതി ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് ശമ്പളം വരുമെന്നുള്ളത് കൂടി നോക്കും. സോ ഈ പറയുന്ന കാറ്റഗറിയിൽ വരുന്ന പ്രൈവറ്റ് അല്ലെങ്കിൽ പബ്ലിക്, ഏത് ഗവൺമെൻറ് ഏത് സെഗ്മെന്റിലായാലും നല്ലൊരു സ്ഥാപനത്തിൽ ബാങ്ക് അക്കൗണ്ടിൽ ശമ്പളം മേടിക്കുന്ന സാലറീഡ് ആയിട്ടുള്ള എംപ്ലോയീസിനാണ് പേഴ്സണൽ ലോൺ കിട്ടുക. ഇനിയും എത്ര എമൗണ്ട് വരെ കിട്ടും? സാധാരണ ബാങ്കുകൾ പേഴ്സണൽ ലോൺ 50,000 മുതൽ 15 ലക്ഷം വരെയാണ് കൊടുക്കുക. ഒരു ലിമിറ്റ് ഉണ്ട് 15 ലക്ഷം. കാരണം മറ്റു കൊളാട്രലൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് ബാങ്കിനൊരു റിസ്ക് ഉണ്ട്. അതുകൊണ്ടാണ് ബാങ്ക് 50,000 മുതൽ സാധാരണ 15 ലക്ഷം വരെയാണ് കിട്ടുക. ദെൻ എത്ര വയസ്സുള്ളവർക്ക് കിട്ടും? 21 മുതൽ ഒരു 60 വയസ്സ് വരെ, അതായത് ശമ്പളം മേടിക്കുന്ന അവർ ഉദ്ദേശിക്കുന്നത് സാലറി കിട്ടുന്ന ഒരു പ്രായം. മറ്റൊരു ഗുണമാണ് അധികം സമയം വേണ്ട എന്നുള്ളത്. സാധാരണ ബാങ്കുകൾ 3 മുതൽ 7 വർക്കിംഗ് ഡേ വരെയാണ് പേഴ്സണൽ ലോൺ റിലീസ് ചെയ്യാൻ എടുക്കുക. അവർ നിങ്ങൾ കൊടുക്കുന്ന ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്ത് ഒരു 3 to 7 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റാ ക്യാഷ് വരും. നിങ്ങൾ വേറെ ചെക്ക് മാറാനോ ഒന്നിനും നടക്കേണ്ട ആവശ്യമില്ല. അതും പേഴ്സണൽ ലോണിന്റെ ഒരു അട്രാക്ഷനാണ്. ഇപ്പം അതുമല്ല, ബാങ്കുകൾ ഒത്തിരി പുരോഗമിച്ചു കഴിഞ്ഞു. 10 സെക്കൻഡിലുള്ള പേഴ്സണൽ ലോൺ ഡിസ്പേഴ്സ് ചെയ്യുന്ന ബാങ്കുകൾ വരെയുണ്ട്. ഒരു 3 മാസത്തേക്കുള്ളിൽ നിങ്ങളുടെ സാലറി അക്കൗണ്ടിൽ ഒരു കൃത്യമായ സാലറി വരണ്ടെങ്കിൽ ബാങ്ക് തന്നെ നിങ്ങളെ അസസ് ചെയ്യും. നിങ്ങളുടെ അക്കൗണ്ടിലുള്ള പാൻ വെച്ച് നിങ്ങളുടെ സിബിൽ സ്കോറൊക്കെ നോക്കി നിങ്ങൾക്ക് എത്ര രൂപ എലിജിബിലിറ്റി ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ബാങ്ക് ഓൾറെഡി വെച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള ബാങ്കുകളിൽ നിങ്ങൾ ചുമ്മാ ചെന്നാൽ മതി. ഒരു 10 സെക്കൻഡ്, ഒരു മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്യാഷ് വരും. ജസ്റ്റ് ലോൺ സൈൻ ചെയ്യുന്ന പേപ്പർ ഒന്നും ആവശ്യമില്ല. ഇപ്പം എല്ലാം ഓൺലൈനാണ്. നിങ്ങൾക്കൊരു ഓൺലൈനിൽ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 സെക്കൻഡോ അല്ലെങ്കിൽ ഒരു മിനിറ്റിനുള്ള ഒരു ലോൺ കിട്ടും നിങ്ങൾക്ക്. എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം? ഒരു കെട്ട് ഡോക്യുമെന്റ് കൊണ്ട് ബാങ്കിൽ പോകേണ്ട ആവശ്യമില്ല. അതും പേഴ്സണൽ ലോണിന്റെ ഒരു അട്രാക്ഷനാണ്. വളരെ കുറച്ച് ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് പേഴ്സണൽ ലോൺ ആവശ്യമുള്ളൂ. ഒന്ന്, ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. അത് ഓരോ ബാങ്കിനും അവരുടേതായ ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. സോ നിങ്ങൾ ആ ബാങ്കിൽ ചെന്നാൽ ആപ്ലിക്കേഷൻ ഫോം കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൺലൈൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് കുറച്ച് ഡോക്യുമെന്റ്സ് സ്കാൻ ചെയ്യേണ്ടവരും ചിലപ്പം, അല്ലെങ്കിൽ ഓൺലൈൻ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഒരു നോർമൽ രീതിയിലുള്ള ലോൺ ആപ്ലിക്കേഷനാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. നിങ്ങൾ അതാത് ബാങ്കുകളിൽ ചെല്ലുമ്പം, ഏത് ബാങ്കിലാണോ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ബാങ്കിൽ ചെല്ലുമ്പോൾ അവരൊരു ലോൺ ആപ്ലിക്കേഷൻ തരും. അത് സൈൻ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ 1-2 പാസ്പോർട്ട് സൈസ് ഫോട്ടോസും വേണ്ടി വരും. മൂന്നാമതായിട്ട് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ KYC ആണ്. അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഏത് ലോണിൽ ചെന്നാലും ഫസ്റ്റ് ചോദിക്കുക KYC ആണ്. KYC എന്ന് വെച്ചാൽ നിങ്ങളുടെ ഐഡന്റിഫിക്കേഷൻ അഡ്രസ് പ്രൂഫുകൾ. ബാങ്കുകളായതുകൊണ്ട് പാൻ കാർഡ് എന്തായാലും നിർബന്ധമാണ്. സോ പാൻ കാർഡ് നിങ്ങളുടെ ഒരു ID പ്രൂഫായിട്ട് കൂട്ടാം. അപ്പോൾ KYC ആയിട്ട് നിങ്ങൾ പാൻ കാർഡ്, പിന്നെ ആധാർ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ പാസ്പോർട്ടോ നിങ്ങളുടെ അഡ്രസ് ഉള്ള ഏതെങ്കിലും ഒരു പ്രൂഫും KYC ആയിട്ട് കൊടുക്കാം. നാലാമതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങളുടെ 3 മാസത്തെ സാലറി സ്ലിപ്പ്. അതായത് നിങ്ങളുടെ ലാസ്റ്റ് 3 മാസം സാലറി വന്ന് നിങ്ങളുടെ കമ്പനി ഇഷ്യൂ ചെയ്യുന്ന സാലറി സ്ലിപ്പ്. അത് ചില ബാങ്കുകൾ 6 മാസം വരെ ചോദിക്കാറുണ്ട്. എന്നാലും നിങ്ങൾ പോകുമ്പോൾ സാധാരണ 3 മാസത്തെ സാലറി സ്ലിപ്പ് കൊണ്ടുപോയാൽ മതി. അത് ബാങ്കുകൾക്ക് ഡിപ്പെൻഡ് ആണ്. ചിലപ്പോൾ സാലറി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ സാലറി സ്ലിപ്പോ ആണ് നിങ്ങൾക്ക് കിട്ടുക. അത് കൊടുക്കണം ഒരു 3 മാസത്തെ. പിന്നെ വേണ്ടത് നിങ്ങളുടെ സാലറി വരുന്ന അക്കൗണ്ടിന്റെ 6 മന്ത് സ്റ്റേറ്റ്മെന്റ്. അതിപ്പോൾ നിങ്ങൾ സാലറി വരുന്ന ബാങ്കിൽ തന്നെയാണ് ലോൺ അപ്ലൈ ചെയ്യാൻ പോകണമെങ്കിൽ പിന്നെ സ്റ്റേറ്റ്മെന്റ് സെപ്പറേറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ആ സ്റ്റേറ്റ്മെന്റ് അവരവിടെ നിർത്തോളും. സോ 5-മതായിട്ട് വേണ്ടത് സാലറി വരുന്ന ബാങ്ക് അക്കൗണ്ടിന്റെ 6 മാസത്തെ സ്റ്റേറ്റ്മെന്റ്. ഇത്രയും കാര്യങ്ങൾ മതി ഒരു പേഴ്സണൽ ലോൺ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം, ആപ്ലിക്കേഷൻ ഫോം, 2 പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ്, KYC ഡോക്യുമെന്റ്സ്, അതായത് പാൻ അല്ലെങ്കിൽ ആധാർ, നിങ്ങളുടെ ലാസ്റ്റ് 3 മാസത്തെ സാലറി സ്ലിപ്പോ അല്ലെങ്കിൽ സാലറി സർട്ടിഫിക്കറ്റോ, നിങ്ങളുടെ സാലറി വരുന്ന അക്കൗണ്ടിന്റെ ലാസ്റ്റ് 6 മാസത്തെ സ്റ്റേറ്റ്മെന്റ്. ചില ബാങ്കുകൾ ചിലപ്പോൾ ഫോം 16 അല്ലെങ്കിൽ ITR ചോദിക്കും. ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഫോം 16 ITR പറ്റി പറഞ്ഞു തരേണ്ട ആവശ്യമില്ല.
നിങ്ങളുടെ ഒരു വർഷത്തെ ഇൻകം അസസ് ചെയ്യുന്ന പേപ്പേഴ്സാണ് ഫോം 16 അല്ലെങ്കിൽ ITR. അതെല്ലാ ബാങ്കും ചോദിക്കില്ല, എന്നാലും ചിലപ്പോൾ ആവശ്യം വരും. NRI ആണെങ്കിൽ ഡോക്യുമെന്റ്സ് 1-2 ഡോക്യുമെന്റ്സും വേണം. നിങ്ങളുടെ പാസ്പോർട്ടും വിസയും വേണം. പിന്നെ നിങ്ങളുടെ സാലറി വരുന്ന അവിടുത്തെ സ്റ്റേറ്റ്മെന്റും നാട്ടിലെ NRI അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റും വേണ്ടി വരും. അതായത് നിങ്ങൾ ഏത് കൺട്രിയിലാണോ അവിടെ നിങ്ങളുടെ സാലറി വരുന്ന ബാങ്ക് അക്കൗണ്ടിന്റെ ഒരു 6 മന്ത് സ്റ്റേറ്റ്മെന്റ് എടുക്കണം, സീൽ വെച്ച് മേടിക്കണം, ബാങ്കിൽ നിന്ന് സീൽ വെച്ച് മേടിക്കണം. ഇനിയും ഏത് ബാങ്കിൽ അല്ലെങ്കിൽ ഏത് സ്ഥാപനത്തിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്? അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളുടെ ശമ്പളം വരുന്ന ബാങ്ക് അക്കൗണ്ട് ഏതാണോ ആ ബാങ്കിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഏറ്റവും എളുപ്പം അതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ബാങ്കിന് ഓൾറെഡി നിങ്ങളെ പറ്റി അറിയാം. ഒരു 3 മാസത്തേക്കുള്ളിൽ നിങ്ങളുടെ ശമ്പളം അക്കൗണ്ടിൽ വരണമെങ്കിൽ മിക്കവാറും ഇപ്പോൾ നിലവിലുള്ള ബാങ്കുകാർ അവർ ഓൾറെഡി നിങ്ങൾക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. ഈ ആൾക്ക് ഇത്ര രൂപ ശമ്പളം ഉണ്ട്, ഇയാൾക്ക് ഇത്ര രൂപ വരെ കൊടുക്കാമെന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അവിടെ ജസ്റ്റ് കൊണ്ടുപോയി ഡോക്യുമെന്റ്സ് കൊടുത്താൽ കാര്യങ്ങൾ എളുപ്പമാവും. ഈ 3 ദിവസം എന്നുള്ളത് ചിലപ്പോൾ 1 ദിവസം കൊണ്ടൊക്കെ ചിലപ്പോൾ കിട്ടിയെന്ന് വരും. അപ്പം ശമ്പളം വരുന്ന ബാങ്കുകൾ സമീപിക്കുക. ആ ബാങ്കിന് എന്തെങ്കിലും തരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലോ എന്തെങ്കിലും പോളിസി പ്രശ്നം കൊണ്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലോ മാത്രം മറ്റേതെങ്കിലും ബാങ്കുകൾ സമീപിക്കുക. ഇപ്പോൾ കൂടുതലായിട്ട് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളാണ് പേഴ്സണൽ ലോൺ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം അവരുടെ പോളിസികൾ അല്പം ലിബറലാണ്, ആൾക്കാർക്ക് അല്പം ഫീസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പ്രൈവറ്റ് സെക്ടർ ബാങ്കിലുള്ളത്. അടുത്ത പ്രധാന ചോദ്യം ഇതാണ്, മിനിമം ഇത്ര രൂപ ശമ്പളം ഉണ്ടെങ്കിലാണ് തരുള്ളൂ. ഓരോരോ ബാങ്കിന് അവരുടേതായ മിനിമം സാലറി എലിജിബിലിറ്റി ഉണ്ട്. അതായത് ഇപ്പം ഒരു ആവറേജ് 10,000 രൂപ മുതൽ ശമ്പളം ഉള്ളവർക്ക് പേഴ്സണൽ ലോൺ കിട്ടും. അപ്പോഴും ശ്രദ്ധിക്കുക, പേഴ്സണൽ ശമ്പളം കയ്യിൽ കിട്ടിയാൽ പോരാ, ബാങ്ക് അക്കൗണ്ടിൽ വരണം. നിങ്ങളുടെ നെറ്റ് ബാങ്കിൽ ക്രെഡിറ്റ് ആവുന്ന എമൗണ്ടിനെയാണ് ബാങ്ക് സാലറി ആയിട്ട് കൂട്ടുന്നത്. സോ 10,000-ന് മുകളിലുള്ള ഒരു എമൗണ്ട് ബാങ്കിൽ വരികയും നിങ്ങളുടെ ശമ്പളത്തിൽ സാലറി സ്ലിപ്പ് നോക്കുമ്പം അതിൽ PF കോൺട്രിബ്യൂഷൻ ഒക്കെ വേണം. ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ അക്കൗണ്ടിൽ വരുന്ന നെറ്റ് സാലറിനെയാണ് ബാങ്ക് സാലറിയെ കൂട്ടുക. അത് 10,000-ന് മുകളിൽ കിട്ടുന്നവർ എലിജിബിൾ ആയിരിക്കും. ഇതിനൊരു വ്യത്യാസമുണ്ട്, എല്ലാ ലൊക്കേഷൻസിനനുസരിച്ച് ഇത് മാറിയിരിക്കും. അതായത് മെട്രോ നഗരങ്ങൾ, ബോംബെ, ഡൽഹി, ചെന്നൈ പോലത്തുള്ള മെട്രോ നഗരങ്ങളിൽ ശമ്പളം കൂടുതൽ വേണം. അവിടെ 10,000 രൂപ ഉള്ളവന് കിട്ടിയെന്ന് വരില്ല. അവിടെ പോകുമ്പോൾ ചിലപ്പോൾ അവന് 20,000 മുതൽ 50,000 വരെ മിനിമം ശമ്പളം ചോദിക്കുന്ന ബാങ്കുകളുണ്ട്. ഇപ്പോഴും കേരളത്തിലെ മിക്ക ബാങ്കുകളും 20,000 രൂപയാണ് പേഴ്സണൽ ലോണിന്റെ ഒരു ബേസിക് സാലറി പറഞ്ഞിരിക്കുന്നത്. എന്നാലും 12,000 മുതലുള്ളവന് കിട്ടാൻ ചാൻസ് ഉണ്ട് ബാങ്കുകളിൽ നിന്ന്. എത്രയാണ് അതിൻ്റെ അടവ്, എത്രയാണ് അതിൻ്റെ പലിശ? പലിശയുടെ കാര്യം നമുക്ക് എക്സാക്ട്ലി പറയാൻ പറ്റില്ല, ഒരു ആവറേജ് പറയാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു, വേറെ സെക്യൂരിറ്റി ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് ബാങ്കിന്റെ ഭാഗത്ത് ഒരു റിസ്ക് ഉണ്ട്. അതുകൊണ്ട് പലിശ അല്പം കൂടുതലായിരിക്കും. സാധാരണ 12% മുതൽ 15% വരെയാണ് ബാങ്കുകൾ പേഴ്സണൽ ലോൺ പലിശ ഈടാക്കുക. 18 വരെ ചോദിക്കുന്ന ബാങ്കുകളുണ്ട്. എന്നാലും ഒരു ആവറേജ് 12% മുതൽ 15%-നുള്ളിലാണ് പേഴ്സണൽ ലോണിന്റെ പലിശ. ഇത് തന്നെ എത്ര കാലയളവിലേക്ക് കിട്ടും? ഒരു 10 വർഷത്തേക്ക് അല്ലെങ്കിൽ ഹോം ലോൺ പോലെ 20-30 കൊല്ലത്തേക്കൊന്നും കിട്ടില്ല. പേഴ്സണൽ ലോൺ മിനിമം 1 കൊല്ലവും മാക്സിമം 5 കൊല്ലവുമായിരിക്കും. ഒരു 80% ബാങ്കുകളും 1 കൊല്ലത്തിനും 5 കൊല്ലത്തിനും ഇടയിലാണ് പേഴ്സണൽ ലോൺ കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 12% പലിശയുള്ള ബാങ്ക് 5 കൊല്ലത്തേക്ക് 1 ലക്ഷം രൂപ പേഴ്സണൽ ലോൺ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം അതിൻ്റെ അടവ് 2,225 രൂപയുടെ അടുത്ത് വരും. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ വളരെ എളുപ്പമാണ്. ഇപ്പം എല്ലാവരുടെയും കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ട്. പ്ലേ സ്റ്റോറിൽ ഇഷ്ടം പോലെ EMI കാൽക്കുലേറ്ററുകൾ കിട്ടും. അതിൽ ഏതെങ്കിലും ഒരു EMI കാൽക്കുലേറ്റർ ഡൗൺലോഡ് ചെയ്താൽ മതി, നിങ്ങൾക്ക് എത്രയാണ് EMI എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനിയും ഒരാൾക്ക് അയാളുടെ നിലവിലത്തെ സാലറി വെച്ചിട്ട് എത്ര എമൗണ്ട് പേഴ്സണൽ ലോൺ കിട്ടും, അതെങ്ങനെയാണ് ബാങ്കുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഉദാഹരണം, ഒരു 30,000 രൂപ ശമ്പളമുള്ള ആൾ, അയാൾക്ക് അയാളുടെ കട്ടിങ്, PF, ഇൻഷുറൻസ് പോലുള്ള കട്ടിങ് എല്ലാം കഴിഞ്ഞ് അയാൾക്കൊരു 25,000 രൂപ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ വരേണ്ടെന്ന് വിചാരിക്കും. ബാങ്കുകൾ അതിൻ്റെ ഒരു 50% അയാളുടെ ജീവിത ചെലവിന് വേണ്ടി മാറ്റിവെക്കും. അയാളുടെ വീട്ടിൽ എല്ലാ മാസവും ശമ്പളത്തിൽ നിന്ന് ഒരു ആവശ്യങ്ങളുണ്ടാവുമല്ലോ, ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു 50% എമൗണ്ട് മാറ്റിവെക്കും. ബാക്കി എത്രയുണ്ട്? 25,000 രൂപയുടെ 50% പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 12,500. ഈ 12,500-ൽ ബാങ്കുകൾ നിലവിൽ അയാൾക്ക് വല്ല ലോണുകളുടെ അടവുകളും പോകണ്ടോന്ന് നോക്കും. ഇപ്പം ആൾക്കാർക്ക് ഹോം ലോൺ ഉണ്ടാവാം, കാർ ലോൺ ഉണ്ടാവാം. സോ ഈ കാർ ലോണോ ഹോം ലോണോ എന്തെങ്കിലും അടവ് ഉണ്ടെങ്കിൽ ഈ അടവും കൂടിയും ഈ എമൗണ്ടിൽ നിന്ന് കുറയ്ക്കും. 30,000 രൂപ ശമ്പളമുള്ള ആൾ, കട്ടിങ് എല്ലാം കഴിഞ്ഞ ആൾക്ക് 25,000 രൂപ അക്കൗണ്ടിൽ വരുന്നു എല്ലാ മാസവും 30-ാം തീയതി. അതിൻ്റെ 50% നമ്മൾ ജീവിത ചെലവിന് മാറ്റി വെച്ചു, ബാക്കി 12,500 ഉണ്ട്. അയാൾക്ക് നിലവിലൊരു 5,000 രൂപ കാറിൻ്റെ ലോണിൻ്റെ EMI പോകണ്ടെന്ന് വിചാരിക്കും. കാർ ലോൺ EMI 5,000 ഉണ്ട്. ഈ 5,000 കൂടി അതിൽ നിന്ന് കുറയ്ക്കും. അപ്പോൾ 12,500-ൽ നിന്ന് കാർ ലോണിൻ്റെ 5,000 കൂടി പോയി കഴിഞ്ഞാൽ ബാലൻസ് 7,500 രൂപ. ഈ 7,500 രൂപയ്ക്ക് എത്ര എമൗണ്ട് ലോൺ എലിജിബിൾ ആവും നോക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു 1 ലക്ഷം രൂപയ്ക്ക് പേഴ്സണൽ ലോണിൻ്റെ അടവ് 2,225 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 7,500 രൂപയ്ക്ക് എത്ര കിട്ടും? 7,500 ഹരണം 2,225, അതായത് 3,35,000 രൂപയോളം. മാക്സിമം കിട്ടാവുന്ന പേഴ്സണൽ ലോൺ 3,75,000 രൂപയാണ്. നിലവിൽ ലോണുകളൊന്നും ഇല്ലെങ്കിൽ ആ എമൗണ്ട് കുറയ്ക്കണ്ട, നേരെ 12,500-ലെ ഹരണം 2,225 കുറച്ച് ഹരിച്ചു കഴിഞ്ഞാൽ എത്ര എമൗണ്ട് കിട്ടും ആ എമൗണ്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഒരാൾക്ക് എത്ര എമൗണ്ട് പേഴ്സണൽ ലോൺ കൊടുക്കാമെന്ന് ബാങ്ക് കാൽക്കുലേറ്റ് ചെയ്യുക.
ഇത് ഓൾമോസ്റ്റ് എല്ലാ ബാങ്കുകളും ഒരേ രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്തൊക്കെ ആവശ്യങ്ങൾക്ക് പേഴ്സണൽ ലോൺ കിട്ടും? ശരിക്കും പേഴ്സണൽ ലോൺ നിങ്ങൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ബാങ്കിന് അത്ര അറിയേണ്ട ആവശ്യമില്ല. എന്നാലും ഒരു കോളം ഉണ്ടാവും, നിങ്ങൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന കോളത്തിൽ ഒരു കോളം ഉണ്ടാവും, പർപ്പസ് എന്താണ് കാര്യം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം ഫില്ല് ചെയ്യാം. വീട് പണിയാനെന്നോ അല്ലെങ്കിൽ കാർ മേടിക്കാനെന്നോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പർപ്പസ് എന്തോ ആവാം. പക്ഷെ ഒരു പർപ്പസ് നിങ്ങൾ കൊടുക്കണം. കോ ആപ്ലിക്കന്റ് വേണമെന്നുള്ളത്, പ്രത്യേകിച്ച് ഒരു കോ ആപ്ലിക്കന്റ് ആവശ്യമില്ല. നിങ്ങൾക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള ശമ്പളം ഉണ്ടെങ്കിൽ, വ്യക്തമായ ശമ്പളം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പിന്നെ ഒരു കൊളാറ്ററൽ ചോദിക്കില്ല. 1-2 റെഫറൻസ് ചോദിക്കും. അത് കാരണം നിങ്ങൾ എങ്ങനെ തിരിച്ചറിവ് മുടങ്ങി കഴിഞ്ഞാൽ നിങ്ങളെ ഫോൺ വിളിച്ചിട്ട് കിട്ടണമെങ്കിൽ ആരെങ്കിലും വിളിച്ച് ചോദിക്കണമല്ലോ, നിങ്ങളിങ്ങനെ സ്ഥലത്തുണ്ടോ, ബാങ്കിനൊന്ന് ചെക്ക് ചെയ്യണമെങ്കിലൊക്കെ ഇത് ആവശ്യമുണ്ടല്ലോ. സോ ഒരു 1-2 റെഫറൻസ് കൊടുക്കേണ്ടി വരും. അത് നിങ്ങളുടെ നെയ്ബേഴ്സോ ഫാമിലി റിലേറ്റീവ്സോ ആരുടെ പേരും അഡ്രസ്സും കോൺടാക്ട് നമ്പറും ഒരു റെഫറൻസ് ആയിട്ട് കൊടുക്കേണ്ടി വരും ബാങ്കിൽ. എല്ലാ ലോണുകളും പോലെ പേഴ്സണൽ ലോണും ചെറിയൊരു പ്രോസസ്സിംഗ് ഫീ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു അതൊരു 2000 മുതൽ 5000 രൂപ വരെ ആയിരിക്കും. ഓരോ ബാങ്കിനനുസരിച്ചാണ്. എന്നാലും മാക്സിമം ഒരു 5000 രൂപയ്ക്കാണ് ഒരു പ്രോസസ്സിംഗ് ഫീ നിങ്ങൾക്ക് വരുള്ളൂ. അത് നിങ്ങൾ ആദ്യം കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ലോൺ ഡിസ്പേഴ്സ് ആകുമ്പം ആ എമൗണ്ട് കുറച്ചിട്ടുള്ള ബാക്കി എമൗണ്ട് ആയിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അവർ ക്രെഡിറ്റ് തരാം. പണ്ടത്തെ പോലെ ചെക്കോ ഡി ഡി ആയിട്ടൊന്നും അല്ല, നേരിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് വരും. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമാവും. ഇനിയും എല്ലാവരും പറയുന്ന ഒരു പ്രധാന കാര്യമാണ്, ലോൺ എടുത്താൽ എനിക്ക് അധികം നാളത്തേക്ക് വേണ്ട, ഞാൻ പെട്ടെന്ന് ക്ലോസ് ചെയ്തോളാം സാർ എന്ന് പറയും. ശരിക്കും അതൊരു മണ്ടത്തരാ. ബാങ്കിനെ സംബന്ധിച്ചും നിങ്ങളെ സംബന്ധിച്ചും 5 കൊല്ലത്തേക്കാണ് ലോൺ എടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങളത് 5 കൊല്ലം കൊണ്ടാണ് അടച്ചു തീർക്കുന്നതാണ് നിങ്ങൾക്കും നല്ലത്, ബാങ്കിനും നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോം ലോൺ ഒഴികെയുള്ള മറ്റെല്ലാ ലോണുകളും മുൻകൂട്ടി അടച്ചു കഴിഞ്ഞാൽ അതിനൊരു പ്രീപേയ്മെന്റ് ചാർജ് ഉണ്ട്. അത് സാധാരണ ഒരു 3% മുതൽ 6% വരെയാണ് ബാങ്കുകൾ ഈടാക്കുക. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 1 ലക്ഷം രൂപ ലോൺ 5 കൊല്ലത്തേക്ക് എടുത്തു. 1 കൊല്ലം കഴിഞ്ഞ് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബാലൻസ് നിൽക്കുന്ന പ്രിൻസിപ്പളിന്റെ ഒരു 3% നമ്മൾ കൂടുതൽ അടയ്ക്കണം. ഒരു പ്രശ്നം കൂടിയുണ്ട്. ഈ ബാങ്കുകൾ റീപേയ്മെന്റ് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ലോൺ എടുത്ത് തുടക്കത്തിൽ അടയ്ക്കുന്ന എമൗണ്ടുകൾ ഭൂരിഭാഗവും പലിശയിലേക്കാണ് പോവുക, മുതലിലേക്ക് കുറച്ച് ഭാഗം പോവുള്ളൂ. അവസാന കാലയളവിൽ അടയ്ക്കുന്ന എമൗണ്ടാണ് കൂടുതൽ ഭാഗവും മുതലിലേക്ക് പോവുക. അപ്പം നിങ്ങൾ കുറച്ച് നാൾ അടച്ച് ആദ്യം തന്നെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എമൗണ്ട് അടച്ചത് മൊത്തം പലിശയിലേക്കായിരിക്കും പോകണ്ടാവുക, മുതലിലേക്ക് ഒട്ടും കുറഞ്ഞിട്ടുണ്ടാവില്ല. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ എടുത്തിട്ട് 5 കൊല്ലത്തേക്ക് എടുത്തു. 1 കൊല്ലം കഴിഞ്ഞ് നിങ്ങളത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 10,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപയാണ് മുതലിൽ കുറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ 1 കൊല്ലം നിങ്ങൾ 2250 രൂപ വെച്ച് 10-12 മാസത്തേക്ക് അടച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 30,000 രൂപയോളം നിങ്ങൾ അടച്ചിട്ടുണ്ടാവും. പക്ഷെ നിങ്ങളുടെ മുതലിൽ 10,000 രൂപയെ കുറഞ്ഞിട്ടുണ്ടാവുള്ളൂ. ബാക്കി 20,000 രൂപയും പോയിരിക്കുന്നത് പലിശയിലേക്കായിരിക്കും. സോ നിങ്ങൾ ആദ്യം മൊത്തം പലിശ അടച്ച് തീർത്തിട്ട് അവസാനം കൊണ്ടുവന്ന് ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ എപ്പോഴും ലോണുകൾ എടുക്കുമ്പോൾ നിങ്ങൾ ഹോം ലോൺ ഒഴികെ മറ്റേത് ലോണുകൾ എടുക്കുമ്പോഴും അത് അതിൻ്റെ ടെന്യൂർ കൊണ്ട് പൂർത്തിയാക്കുന്നതാണ് പലിശയുടെ കാര്യത്തിലായാലും ചാർജുകളുടെ കാര്യത്തിലായാലും നിങ്ങൾക്ക് ലാഭം. അപ്പോൾ എപ്പോഴും നമ്മൾ 5 ഇയേഴ്സ് കൊണ്ട് 5 കൊല്ലത്തേക്ക് പേഴ്സണൽ ലോൺ എടുത്താൽ 5 കൊല്ലം കൊണ്ട് തന്നെ അടച്ചു തീർക്കുന്നതാണ് നല്ലത്. അവസാനമായ ഒരു കാര്യം, ഇതൊക്കെ ഉണ്ടെങ്കിലും സിബിൽ സ്കോർ മോശമാണെങ്കിൽ പേഴ്സണൽ ലോൺ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ബാങ്കിലേക്ക് പോകാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. സിബിൽ സ്കോർ എന്താണെന്നറിയാലോ? അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ എന്താ സിബിൽ സ്കോർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. എല്ലാവർക്കും ഒരു വ്യക്തിഗത സ്കോർ ഉണ്ട്. ബാങ്കുകൾ പൊതുവെ സിബിൽ സ്കോർ എന്ന് പറഞ്ഞ സ്കോറിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റമറെ വിലയിരുത്തുക. അത് നിങ്ങൾ മുന്നെടുത്തിട്ടുള്ള ലോണുകൾ അടച്ചിട്ടുണ്ടോ, അതിന് തിരിച്ചറിവ് ബൗൺസ് പെൻഡിങ് ഉണ്ടോ എന്നൊക്കെ നോക്കിയാണ് നിങ്ങൾ സിബിൽ സ്കോർ നിശ്ചയിക്കുക. ഇത് നല്ല സിബിൽ സ്കോർ ആണ്. അതായത് നിങ്ങളുടെ ഇതുവരെയുള്ള ബാങ്കിങ് ട്രാക്ക്, തിരിച്ചറിവ് ട്രാക്കുകളെല്ലാം കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്കൊരു നല്ല സിബിൽ സ്കോർ ഉണ്ടാവും. നിങ്ങൾക്ക് ഏത് ബാങ്കിൽ ചെന്നാലും ലോൺ കിട്ടാൻ എളുപ്പമാണ്. നിങ്ങൾ ഏതെങ്കിലും ലോണൊക്കെ എടുത്ത് മുടങ്ങി സിബിൽ സ്കോർ നിങ്ങളുടെ മോശമാണെങ്കിൽ പേഴ്സണൽ ലോൺ കിട്ടാൻ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇതൊരു സെക്യൂരിറ്റി ഇല്ലാണ്ട് തരുന്ന ലോണാണ്. ഇത് സിബിൽ സ്കോർ നല്ല സ്കോറുള്ളവർക്ക് മാത്രമേ ബാങ്കുകൾ കൊടുക്കുകയുള്ളൂ. സോ ഇത്രയൊക്കെയാണ് പേഴ്സണൽ ലോണിനെ പറ്റി എനിക്കറിയാവുന്ന കാര്യങ്ങൾ. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. എന്നാൽ സമയം കിട്ടുമ്പം ഞാൻ അതിനൊക്കെ മറുപടി ഇടുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഇനിയും കൂടുതൽ ലോണുകളുടെ വിശേഷങ്ങളുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.